ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാരങ്ങ അച്ചാറാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് 2 ഓയിൽ ഫ്രീ നാരങ്ങ അച്ചാറിൻ്റെയും ഒരു വടുകപ്പുളി നാരങ്ങ അച്ചാറിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടു നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇനി നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 25 ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങയുടെ പുറം നല്ലതുപോലെ കഴുകി വെച്ചതാണിത്. ഇനി വേണ്ടത് ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, കടുക്, ഉലുവ, കറിവേപ്പില. അച്ചാറിന് ആവശ്യമുള്ള പൊടികളാണിത്: ഉലുവപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ സാധാരണ മുളക് പൊടിയും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഉപയോഗിക്കുമ്പോഴത്തേക്കും അച്ചാറിന് നല്ല കളറും അച്ചാർ കുറച്ച് കുറുകിയും കിട്ടും. നല്ലെണ്ണ, വിനാഗിരി, ഉപ്പുപൊടി, പഞ്ചസാര. ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റീമറിലേക്ക് കുറച്ച് വെള്ളം വെക്കാം. അതിന്റെ പുറത്തേക്ക് അതിന്റെ തട്ട് വെച്ച് കൊടുക്കണം. അതിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റീമർ മൂടി നാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമറിലെ വെള്ളം തിളച്ച് നല്ലപോലെ ആവി വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഫ്ലെയിമിൽ വെച്ച് 5 തൊട്ട് 8 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. നാരങ്ങയുടെ പുറന്തൊലി പൊട്ടിപ്പോകാതെ നാരങ്ങ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പാൻ തുറന്ന് നോക്കാം. നാരങ്ങയുടെ പുറന്തൊലി കുറച്ച് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ നാരങ്ങയുടെ പുറത്തുള്ള വെള്ളമെല്ലാം നമുക്കൊരു കിച്ചന്റെ അതിൽ വെച്ച് നന്നായിട്ട് തുടച്ചു മാറ്റാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം നാരങ്ങ വീണ്ടും ഒന്ന് നമുക്ക് ടവൽ കൊണ്ട് തുടച്ചെടുക്കണം. നാരങ്ങ ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്കൊരു ചോപ്പിംഗ് ബോർഡിൽ വെച്ച് 8 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇപ്പോൾ നാരങ്ങയെല്ലാം മുറിച്ചു വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടിയെല്ലാം മൂത്ത് ഒരു നല്ല മണം വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അച്ചാർ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അച്ചാർ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. ഈ അച്ചാറിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് അച്ചാർ പെട്ടെന്ന് പൂപ്പൽ വന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടി അച്ചാർ നമ്മൾ കുപ്പിയിലാക്കി സൂക്ഷിക്കുമ്പോഴത്തേക്കും അച്ചാറിന്റെ പുറത്ത് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അച്ചാർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇപ്പോൾ നമ്മുടെ നാവിൽ കൊതിയൂറും നാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞ് ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.